ആർത്തവത്തെ ആഘോഷമാക്കുന്ന ഒരു ക്ഷേത്രം, ഗുവാഹത്തിയിലെ കാമാഖ്യ ദേവി ക്ഷേത്രം. ഗുവാഹത്തിയുടെ പടിഞ്ഞാറ് നീലാചലത്തിലാണ് കാമാഖ്യ ക്ഷേത്രം. അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൊന്ന്. യോനി പ്രതിഷ്ഠയുള്ള ഒരേയൊരു ക്ഷേത്രമാണിത്. ഐതിഹ്യങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും സമ്പന്നം. ദക്ഷയാഗത്തിൽ അപമാനിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി പ്രാണനൊടുക്കി. കോപിഷ്ഠനായ ശിവനെ സംഹാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വിഷ്ണു ദേവിയുടെ ശരീരം ചക്രം കൊണ്ട് കഷ്ണങ്ങളാക്കി ചിതറിച്ചു. അതിൽ യോനീഭാഗം വീണ ഇടമാണ് കാമാഖ്യ എന്നാണ് വിശ്വാസം. യോനീപീഠത്തിലെ ശ്രീചക്രമാണ് മുഖ്യപ്രതിഷ്ഠ. ദേവിയുടെ ആർത്തവ ദിനങ്ങളിലാണ് പ്രശസ്തമായ അംബുബാച്ചി മേള. ആദ്യ 3 ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനമുണ്ടാകില്ല. 4-ാം നാൾ നട തുറന്ന് പൂജകൾ നടക്കും. ഭക്തർക്ക് ചുവന്ന നിറത്തിലുള്ള തുണി പ്രസാദമായി നൽകും. അംബുബാച്ചി മേളക്കാലത്ത് ക്ഷേത്രത്തിനരികിലുള്ള ബ്രഹ്മപുത്ര നദിയിലെ ചുവന്നു കലങ്ങിയ വെള്ളവും ഭക്തർക്ക് പ്രസാദമാണ്. ഇന്നും കാമാഖ്യയിൽ സ്ഥിരമായി മൃഗബലിയുണ്ട്. മുട്ടനാടുകളും പൂവൻ കോഴിയുമെല്ലാം ബലിമൃഗങ്ങൾ. പെൺമൃഗങ്ങളെ ബലി കൊടുക്കാറില്ല. ഇവിടെ പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശാക്തേയ പൂജയുടെ അനുഷ്ഠാനങ്ങളാണ് കാമാഖ്യയിൽ. സമൃദ്ധിയും സമ്പത്തും തേടി ഭക്തർ നീലാചലത്തിലേക്കൊഴുകുന്നു. ബ്രഹ്മപുത്ര തടത്തിലെ ഏതാഗ്രഹവും സാധിപ്പിക്കുന്ന ദേവിക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്നു. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരിടമാണിത്. രഞ്ജിഷ രാമകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.